എനിക്ക് ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച് സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്തത്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന തിളങ്ങുന്ന ജീവിതങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമാണ്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്ന ഒരു കുടുംബ തർക്കം വലിയ ചർച്ചയായിരിക്കുകയാണ്. അഹാന കൃഷ്ണയുടെ കുടുംബവും അവരുടെ അമ്മൂമ്മയും തമ്മിലുള്ള വീഡിയോ ഓഡിയോ ക്ലിപ്പുകളും വെളിപ്പെടുത്തലുകളും കേട്ട് സോഷ്യൽ മീഡിയ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. പുറമേക്ക് കാണുന്ന ആഡംബരത്തിനപ്പുറം ഈ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ആദ്യമൊക്കെ അമ്മൂമ്മയും കൊച്ചുമക്കളും തമ്മിലുള്ള സാധാരണ പിണക്കങ്ങൾ എന്ന രീതിയിലാണ് കാര്യങ്ങൾ പുറത്തു വന്നത്. പലരും അഹാനയെയും കുടുംബത്തെയും പിന്തുണയ്ക്കുകയും ചെയ്തു. പ്രായമായവരുടെ സ്വഭാവ രീതികൾ കൊണ്ട് മക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമല്ലേ എന്ന് പലരും കരുതി. എന്നാൽ ഒടുവിൽ പുറത്തു വന്ന അമ്മൂമ്മയുടെ സ്വന്തം വെളിപ്പെടുത്തലുകൾ കാര്യങ്ങളൊക്കെ മറ്റൊരു തരത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കുടുംബത്തിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ചാറ്റുകളും സംഭാഷണങ്ങളുമാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. കാനഡയിൽ നിന്ന് തന്നെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ്. എന്നാൽ ഭർത്താവിൻ്റെ മരണശേഷം തന്നെ ആരും നോക്കുന്നില്ലെന്നും സ്വന്തം മക്കളായ സിന്ധുവും സിമിയും ഫോൺ പോലും ബ്ലോക്ക് ചെയ്തു വച്ചിരിക്കുകയാണെന്നും അവർ ആരോപിക്കുന്നു. അതിലുപരി കൊച്ചുമക്കളായ അഹാന സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഇമേജിന് വിപരീതമായ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചാണ് തന്നെ ഗ്രൂപ്പുകളിൽ അഭിസംബോധന ചെയ്തതെന്നാണ് അമ്മൂമ്മ വ്യക്തമാക്കുന്നത്. തനിക്ക് തയ്ക്കാൻ കൊടുത്ത വസ്ത്രങ്ങൾ പോലും തിരിച്ചു നൽകില്ലെന്ന തരത്തിലുള്ള വളരെ സങ്കടകരമായ കാര്യങ്ങളാണ് ആ വയോധിക തുറന്നു പറഞ്ഞത്. ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എത്രയൊക്കെ വലിയ സ്റ്റാർ പദവിയുണ്ടെങ്കിലും ഉയർന്ന വിദ്യാഭ്യാസമോ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രസക്തിയോ ഉണ്ടായാലും പ്രായമായവരോട് കാണിക്കേണ്ട മിനിമം മര്യാദ ഇവിടെ ലംഘിക്കപ്പെട്ടോ എന്നാണ്. പ്രായമാകുമ്പോൾ ആളുകളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാം. എന്നാൽ അവരെ ഒറ്റപ്പെടുത്തുകയോ മോശം വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുകയോ ചെയ്യുന്നത് ശരിയാണോ? ക്യാമറയ്ക്ക് മുന്നിലെ സന്തോഷങ്ങൾക്കപ്പുറം വലിയൊരു കുടുംബ വഴക്കാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സ്ത്രീയെ നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ എടി അതെ ഇതേ പിന്നെ എന്താ അതൊക്കെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എനിക്ക് അവർ അയക്കുന്നതിന് കണ്ട അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് അയക്കുന്നതേ ഇല്ല. അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അത് അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്. ഞാൻ പറയില്ല. എന്നിട്ട് അവർ പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ലെന്നും അപ്പൂപ്പന്റെ മൂക്കുന്ന രക്തം വന്നു. ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ലാന്ന് എനിക്കറിയത്തില്ല. അത് അവരെ മൂക്കുന്ന രക്തം വന്നതൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞ മൂക്കങ്ങനെ മുറിഞ്ഞ രക്തം വന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിലൊന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മൂമ്മ ഹോം നഴ്സിനെ വെളിയിൽ നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ തെറിയും പറഞ്ഞുകൊണ്ട് പോയ ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാനിവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച് ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂമാരുണ്ട്. അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാലും അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്.